ഈ വാർത്താ മണിക്കൂറിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് കരിമ്പയിൽ ചരക്ക് ലോറി പാഞ്ഞു കയറി 4 കുട്ടികൾക്ക് ദാരുണാന്ത്യം. കരിമ്പ ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥികളായ മിത, റിദ, ഇർഫാന, ആയിഷ എന്നിവരാണ് മരിച്ചത്. സ്കൂളിലെ പരീക്ഷയ്ക്ക് ശേഷം നടന്നു പോവുകയായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് സിമന്റ് കയറ്റി വന്ന ലോറി പാഞ്ഞു കയറുകയായിരുന്നു. ഇനിയൊരു ജീവൻ ഇവിടെ പോകാൻ പാടില്ല. ഞങ്ങൾ ഈ റോഡ് പണി തുടങ്ങിയപ്പോൾ പ്രതിഷേധിക്കാൻ തുടങ്ങിയാണ്. അവര് വെറുതെ മാന്തിട്ട് പോകും, ഓരോ വർഷം വന്ന് മാന്തിട്ട് പോകും. മരണം എത്ര മരണം ഇവിടെ സംഭവിച്ചു എന്നറിയോ? എത്ര മരണം ഇവിടെ സംഭവിച്ചു? ഈ റോഡ് നേരെ പണിതിട്ടില്ലെങ്കിൽ ഒരു വണ്ടി ഇതിന് വിടില്ല, ഒരു വണ്ടി വിടില്ല. എല്ലാ പ്രാവശ്യവും ഇവിടെ ഇതേപോലെ ഒരു ചെറിയ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വണ്ടികൾ ആക്സിഡന്റ് ആവില്ല. എനിക്ക് തോന്നുന്നത് ഈ റോഡ് നേരാക്കുന്ന കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. 2 സൈഡും ഫുട്പാത്ത് ഒരു മിനിമം ഒരു 3 മീറ്റർ വീതിയുടെ കുട്ടികളെ കൂടെ കയറി നടക്കും. നിങ്ങൾ ഈ റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ഒരു തേരാണ് ചാലുണ്ടാക്കി വെച്ചിട്ടുണ്ടോ? പലവടം ചാലുണ്ടാക്കി ആകാശത്ത് കൂടെയാണ്, വെള്ളം മുഴുവൻ റോഡിലാണ്. ഈ റോഡ് വഴുക്കിയിട്ടാണ് ഈ സംഗതി ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് അറിയോ? പിന്നെ നിങ്ങൾക്ക് മുഖ്യമന്ത്രി ഇവിടെ വരുന്നു പറഞ്ഞോ, അയാൾ വരെ ഇഷ്ടം പോലെ പോലീസ് വരുന്നുണ്ടല്ലോ. എവിടെന്നാ ഈ വരുന്നതൊക്കെ? കുട്ടികൾക്ക് നടന്നു പോകാനുള്ള ഒരു ആവശ്യം ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. കൊല്ലം മുമ്പ് ഇവിടെ ഇതുപോലെ ഒരു ലോറി മറിഞ്ഞു. അന്നും ഇതുപോലെ നാട്ടുകാർ തന്നെ രക്ഷിച്ച് ഇതിന്റെ ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് മറിഞ്ഞത് വീഡിയോ അടക്കം ഉണ്ടായിരുന്നു. അന്ന് ഡിവൈഡർ കൊണ്ടെന്ന് വെച്ചു, 4 ആണി വെച്ചിട്ട് ഒരു വെൽഡിംഗ് വെച്ചിട്ട് ഡിവൈഡർ വെച്ചു. ആ ഡിവൈഡർ വണ്ടി തട്ടിയിട്ട് തന്നെ ഡിവൈഡർ പോയി. ഒരു 15 മിനിറ്റ് വണ്ടി കുട്ടികളെ വിടാൻ വൈകിപ്പോയി സ്കൂളുകാർ. അതുകൊണ്ട് മാത്രം അന്ന് ഒരുപാട് ജീവൻ ഈ ബസ് സ്റ്റോപ്പിൽ രക്ഷപ്പെട്ടു. ഇന്നതല്ല, ഇന്ന് ഒരുപാട് ജീവൻ പോയി. സിമന്റ് കയറ്റി വന്ന ലോറിയുടെ ഡ്രൈവറും ക്ലീനറും പരിക്കേറ്റ് ചികിത്സയിലാണ്. പോലീസ് ഇവരുടെ മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. അപകടത്തിൽ നിന്ന് ഒരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മരിച്ച 4 കുട്ടികളുടെ മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റും. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. നിഖിൽ പ്രമേഷും വിപിൻ സി വിജയനും കൂടുതൽ വിവരങ്ങൾ നൽകും. വിപിൻ, ആശുപത്രിയിൽ നിന്ന് എന്തൊക്കെയാണ് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുക? പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കി മൃതദേഹം കുടുംബങ്ങൾക്ക് വിട്ടു നൽകുമോ? അവിടെ നിന്ന് വിപിൻ എന്തൊക്കെ വിവരങ്ങൾ നൽകാൻ കഴിയും ഇപ്പോൾ? വിജയകുമാർ, ഈ അപകടം പറ്റിയ ഇർഫാന എന്ന കുട്ടിയെ ആദ്യം കൊണ്ടുവന്ന മദർ കെയർ ആശുപത്രിയിലേക്കാണ്. ഈ മദർ കെയർ ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴേക്കും ഇർഫാന മരിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ നിന്നും ഇപ്പോൾ PRO അറിയിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ലോറിയുടെ ഡ്രൈവറും ക്ലീനറും ഇവിടെയാണ് ചികിത്സയിലുള്ളത്. കാസർഗോഡ് സ്വദേശികളായിട്ടുള്ള മഹീന്ദ്ര പ്രസാദും വർഗീസ് എന്നിവരാണ് ചികിത്സയിലുള്ളത്. മഹീന്ദ്ര പ്രസാദാണ് ഈ ലോറി ഓടിച്ചിരുന്നത്. അപ്പോൾ നിയന്ത്രണം തെറ്റി വീഴുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം. ഇപ്പോൾ പോലീസ് മൊഴി എടുത്തുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാൽ CIയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അകത്ത് മൊഴി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മഹീന്ദ്ര പ്രസാദിന് സാരമായിട്ടുള്ള പരിക്കില്ല. വർഗീസിന്റെ കാലിനും പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ മഹീന്ദ്ര പ്രസാദിന് ഇന്ന് തന്നെ ഒരു പക്ഷേ പോലീസ് കസ്റ്റഡിയിലെടുക്കാനുള്ള സാധ്യതയാണ് നിലനിൽക്കുന്നത്. ഇരുവരെയും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ് ഉള്ളത്. അപ്പോൾ അതിന്റെ മൊഴിയെടുക്കുന്ന നടപടികളാണ് ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. 4 പേരുടെയും മൃതദേഹം ഇപ്പോൾ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 3 കുട്ടികൾ ഇസാഫ് ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ ഒരു കുട്ടി ഇവിടെ മദർ കെയറിലുമായിരുന്നു. ഇപ്പോൾ 4 തന്നെ പോസ്റ്റ്മോർട്ടത്തിന് വേണ്ടി 4 മൃതദേഹങ്ങളും പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഇന്ന് തന്നെ അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഒരു ശ്രമം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ എത്രയും വേഗം ഈ 4 മൃതദേഹങ്ങളും ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു വലിയ അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത്. 4 മണിയോട് കൂടിയാണ് ഈ കുട്ടികൾ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. 4 പേരും ഈ പനയപ്പാടം പ്രദേശത്തൊക്കെ തന്നെ ഉള്ള കുട്ടികളാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലേക്ക് ലോറി പാഞ്ഞു കയറുകയായിരുന്നു. അപ്പോൾ ലോറി മറിഞ്ഞതിന് ശേഷം എത്ര കുട്ടികൾ ഇനി അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് പോലും അറിയാത്ത വലിയ രീതിയിൽ പകച്ചു നിന്ന ഒരു സന്ദർഭമായിരുന്നു. അങ്ങനെ ലോറി ഉയർത്തിയതിന് ശേഷമാണ് മറ്റു കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി വ്യക്തമാവുകയും ചെയ്തത്. കാരണം അത്ര വലിയൊരു അപകടമാണ് സംഭവിച്ചത്. ഒരു കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ 4 പേരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ആശുപത്രിയിലേക്ക് പല ആളുകളും അപ്പോൾ തന്നെ വരികയുണ്ടായിരുന്നു. അവിടെ വലിയ രീതിയിൽ ആളുകൾ ബഹളം വയ്ക്കുകയും അവരുടെ രോഷം മുഴുവൻ നമ്മൾ ഈ കേട്ടതുപോലെ തന്നെ അത്ര രോഷമായിരുന്നു. കാരണം ഇത് ആദ്യമായിട്ടല്ല ഈ അപകടം. ഈ ഒരു പാലക്കാട് കോഴിക്കോട് ദേശീയപാത നവീകരണത്തിന് ശേഷം പലപ്പോഴായിട്ടും അപകടങ്ങൾ സംഭവിക്കുകയും ജീവൻ വെടിയുകയും ചെയ്താണ്. ഏകദേശം 50ഓളം അപകടങ്ങൾ ആ പ്രദേശം മാത്രം കേന്ദ്രീകരിച്ചും ഇതിനു മുൻപ് നടന്നിട്ടുണ്ട്. എന്നിട്ടും ഒരു നടപടിയും എടുക്കാത്തത് കൊണ്ട് ഇപ്പോഴിതാ അത് 4 പെൺകുട്ടികളുടെ ജീവൻ കവരുന്ന സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച്, ഏത് രീതിയിലാണ് നിയന്ത്രണം തെറ്റിയതിനെ സംബന്ധിച്ചൊക്കെ ഡ്രൈവർ അതിൻ്റെ മൊഴി രേഖപ്പെടുത്തി കഴിയുമ്പോൾ കുറച്ചുകൂടി വ്യക്തത വരുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ സാധിക്കുന്നത്. വിജയകുമാർ, വിപിൻ, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് തന്നെ പൂർത്തിയാക്കുമോ? ബന്ധുക്കൾക്ക് ഇന്ന് തന്നെ മൃതദേഹം വിട്ടുകൊടുക്കുമോ? എന്താണ് അറിയിച്ചിരിക്കുന്നത്? ഒപ്പം ഈ പോലീസിന്റെ അടുത്ത നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഈ ഡ്രൈവറെയും ക്ലീനറെയും, ഇപ്പോൾ ക്ലീനർക്ക് പരിക്കുണ്ട് കാര്യമായി എന്ന് തോന്നുന്നു, ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കും എന്നാണ് പോലീസ് പറയുന്നത്, അല്ലേ?
അതെ, ഇപ്പോൾ ഡ്രൈവറെ കസ്റ്റഡിയിൽ എടുക്കുമെന്നുള്ളതാണ് അറിയുന്നത്. കാരണം വലിയ പരിക്കില്ല. ഈ അപകടം സംഭവിക്കുന്നു, ഇതിൻ്റെ നിയന്ത്രണം തെറ്റി ലോറിയുടേതൊന്ന് മനസ്സിലായ സന്ദർഭത്തിൽ തന്നെ അതിൽ നിന്ന് ചാടി രക്ഷ നേടി ഡ്രൈവർ എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ പരിക്കേറ്റിട്ടില്ല. അപ്പോൾ ഇന്ന് തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലേക്ക് മാറ്റും എന്നുള്ളതും പറയുന്നുണ്ട്. അപ്പോൾ ഏത് രീതിയിലാണ് ഈ നിയന്ത്രണം തെറ്റിയത്? അതൊരു ഇറക്കവും ഒരു വളവും ഉള്ളതാണ്. അതൊരു അശാസ്ത്രീയ നിർമ്മാണമാണ്. അതിൻ്റെ വീതി കൂട്ടിയ സമയത്ത്, നവീകരണ സമയത്ത് ചെയ്ത പ്രവൃത്തികളെല്ലാം തന്നെ അതൊരു അശാസ്ത്രീയ നിർമ്മാണത്തിലേക്ക് മാറി എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പരാതി. അപ്പോൾ അത് തന്നെയാണോ അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ ലോഡ് കൂടിയതാണോ, മറ്റേത് രീതിയിലാണ്, വാഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ പറ്റിയതാണോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വ്യക്തത വരേണ്ടതുണ്ട്. 4 കുഞ്ഞുങ്ങളുടെയും മൃതദേഹമുള്ളത് പാലക്കാട് ജില്ലാ ആശുപത്രിയിലാണ്. അപ്പോൾ ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അത് ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു കൂടിയാലോചനകളൊക്കെ നടക്കുകയാണ്. ജില്ലാ ആശുപത്രിയിലേക്ക് ഇപ്പോൾ സ്വകാര്യ ആശുപത്രിയിൽ ഉണ്ടായിരുന്ന 4 മൃതദേഹങ്ങളും മാറ്റിയിരിക്കുന്നു. ആശുപത്രിയിൽ നിന്നാണ് വിപിൻ സി വിജയൻ വിവരങ്ങൾ നൽകിയത്. നിഖിൽ പ്രമേഷ് കൂടി ചേരുന്നുണ്ട്. നിഖിൽ, ഈ അപകടം നടന്ന കരിമ്പയിലാണ് ഉള്ളത്. നിഖിൽ, അവിടെ ആ സമയത്ത് തന്നെ ജനങ്ങൾ വലിയ തോതിൽ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു. അവർ റോഡിൻ്റെ അശാസ്ത്രീയതയെ പറ്റിയാണ് പറയുന്നത്. നിഖിൽ, നമുക്ക് അറിയേണ്ടത് യഥാർത്ഥത്തിൽ ഈ റോഡിൻ്റെ തകരാറ് മാത്രമാണോ ഈ അപകടത്തിലേക്ക് നയിച്ചത്? ഈ വാഹനം അമിത വേഗത്തിലായിരുന്നു. അപ്പോൾ നിയന്ത്രണം തെറ്റാൻ കാരണം, അപ്പോൾ ഡ്രൈവർ ഈ വാഹനത്തിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ അതിൽ നിന്ന് ചാടി, അതുകൊണ്ട് അയാൾക്ക് കാര്യമായ പരിക്കില്ല. ക്ലീനർ അതിൽ പെട്ടു, അയാൾക്ക് കാര്യമായ പരിക്കുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ ഇതിൽ റോഡിൻ്റെ അപാകത എന്ന നാട്ടുകാർ പറയുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ, അതോ ഈ വാഹനം അമിത വേഗത്തിലായിരുന്നോ, മറ്റൊരു വാഹനത്തിൽ ഇടിച്ചിട്ടാണ് മറിഞ്ഞത് എന്നൊക്കെ പറയുന്നു? യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ദൃക്സാക്ഷികൾ എന്താണ് നിഖിൽ പറയുന്നത്? വിജയകുമാർ, അത്തരത്തിലുള്ള പല സംശയങ്ങൾ, അതായത് ഈ വാഹനം അമിത വേഗതയിലായിരുന്നു, ഡ്രൈവർ മദ്യപിച്ചിരുന്നു, അങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു. അല്പസമയം മുൻപ് RTO സംഭവ സ്ഥലത്തെത്തി, ജില്ലാ RTO സംഭവ സ്ഥലത്തെത്തി അദ്ദേഹവും ഒരു പരിശോധന പൂർത്തിയാക്കി. അദ്ദേഹം ആ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതിൽ ഭാരം കൂടുതൽ ഉണ്ടായിരുന്നില്ല, ഈ ലോറിയിൽ ഭാരം കൂടുതൽ ഉണ്ടായിരുന്നില്ല, ഡ്രൈവർ മദ്യപിച്ചിട്ടില്ല. ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത് റോഡിന്റെ പരിമിതി തന്നെയാണ്. അതായത് ഈ റോഡിൽ ഗ്രിപ്പ് വളരെ കുറവാണ്. പ്രത്യേകിച്ച് മഴ കൂടി പെയ്ത സാഹചര്യത്തിൽ വാഹനങ്ങൾക്ക് ഗ്രിപ്പ് ലഭിക്കാൻ വലിയ പ്രയാസമുണ്ട്. അത് തന്നെയാണ് ഈ അപകടത്തിലേക്ക് നയിച്ച കാരണമെന്ന് പ്രാഥമികമായി കരുതുന്നു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. നിരന്തരം ഇവിടെ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് വിജയമാർ. ഒരു 3 മാസം മുൻപ് അതിരാവിലെ രണ്ട് ബസ്സുകൾ, ഒരു KSRTC ബസ്സും ഒരു സ്വകാര്യ ബസ്സും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് റിപ്പോർട്ട് ചെയ്യാൻ ഈ മേഖലയിൽ ഞാൻ വന്നിട്ടുണ്ട്. അത് ഇപ്പോൾ ഈ അപകടം നടന്നതിന് കേവലം ഒരു 100 മീറ്റർ മാത്രം അപ്പുറത്താണ്. അങ്ങനെയുള്ള അപകട സാധ്യത ഏറെയുള്ള ഒരു റോഡാണിത്. ആ റോഡിലാണ് ഈ ഒരു അപകടം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യം. ഇതെന്ന് മാത്രമല്ല, ചെറുതും വലുതുമായ നിരവധി അപകടങ്ങൾ ഇവിടെ സ്ഥിരമായി നടക്കാറുണ്ട്. കഴിഞ്ഞ 6 വർഷത്തിനിടെ 35 ആളുകൾ ഈ നവീകരിച്ച റോട്ടിൽ, 6 വർഷത്തിനിടെ 35 ജീവനുകൾ ഈ നവീകരിച്ച റോട്ടിൽ പൊലിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്ന ഒരു കാര്യം. അങ്ങനെയെങ്കിൽ അത് വളരെ ഗൗരവമേറിയ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് മണിക്കൂറുകളോളം അവരുടെ പ്രതിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഈ മൃതദേഹങ്ങളൊക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയി ഈ ലോറി നേരെയാക്കിയിട്ട ശേഷവും ആളുകൾ, പ്രദേശവാസികൾ ഇവിടെ കുത്തിയിരിക്കാൻ കാരണം ഇനിയൊരു ജീവൻ ഇവിടെ പൊലിയരുത്, ഈ റോഡിന്റെ പരിമിതി മൂലം ഇനിയൊരു ജീവൻ ഇവിടെ പൊലിയരുത് എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് വലിയ പ്രതിഷേധമാണ് ഇവിടെ ഉയർന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ പ്രതിനിധികൾക്കും മന്ത്രിക്ക് നേരെ വരെ അവരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായി. അവർ പറയുന്നത് കേവലം ഇത് മാധ്യമങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോ വർക്കല്ല, അതിനപ്പുറത്തേക്ക് തങ്ങൾ ഓരോരുത്തരുടെയും വീട്ടിലെ ഒരു ജീവൻ ഇനി പൊലിയാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു മുൻകരുതലാണ് നാട്ടുകാരുടെ ഈ പ്രതിഷേധം എന്നുള്ളതാണ്. ഞങ്ങൾക്കെതിരെ വേണമെങ്കിൽ കേസെടുത്തോളൂ, പക്ഷെ ഞങ്ങൾ പ്രതിഷേധിക്കും, ഞങ്ങൾക്കൊരു ഉറപ്പ് ഇക്കാര്യത്തിൽ കിട്ടണം എന്നാണ് അവർ പറഞ്ഞത്. ഇതേ തുടർന്ന് മണിക്കൂറുകളോളം വാഹനം ഇരുഭാഗത്തേക്കും, പാലക്കാട് ഭാഗത്തേക്കും മണ്ണാർക്കാട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടത്തിവിടാതെ അവർ പ്രതിഷേധിച്ചു. ഒടുവിൽ ADM നടത്തിയ ചർച്ചയെ തുടർന്നാണ് അവർ പ്രതിഷേധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. നാളെ തന്നെ പാലക്കാട് ജില്ലാ കളക്ടറേറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു യോഗം ചേരുമെന്നും ഇവിടുത്തെ പ്രദേശവാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ആ യോഗമെന്നും ആ യോഗത്തിൽ ആവശ്യമെങ്കിൽ നിങ്ങൾ ഉന്നയിക്കുന്നത് പോലെ ഈ റോഡ് പൊളിച്ചു പണിയണമെന്നുള്ള ആവശ്യം പരിഗണിക്കും എന്നുള്ള ഉറപ്പ് ലഭിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് അവർ പ്രതിഷേധം അവസാനിപ്പിച്ചതും ഇപ്പോൾ ഇതിലൂടെയുള്ള ഗതാഗതം സുഗമമായി നടക്കുന്നതും. മറ്റൊരു കാര്യം, ഈ മരിച്ച കുട്ടികളുടെ പോസ്റ്റ്മോർട്ടം നടപടികളാണ്. അത് അല്പസമയത്തിനകം ആരംഭിക്കുമെന്ന് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നിന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി തന്നെ മറ്റു നടപടികൾ കൂടി പൂർത്തിയാക്കി മൃതദേഹങ്ങൾ കുട്ടികളുടെ വീടുകളിലേക്ക് എത്തിക്കും. നാളെ സ്കൂളിലടക്കം പൊതുദർശനം ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങേയറ്റം ദൗർഭാഗ്യകരമായ വേദനാജനകമായിട്ടുള്ള ഒരു കാഴ്ചയ്ക്കാണ്, ഒരു സംഭവത്തിനാണ് ഇന്നിപ്പോൾ കരിമ്പദേശം സാക്ഷ്യം വഹിച്ചത്. ഇന്ന് വൈകിട്ട് 4 മണി കഴിഞ്ഞാണ് ഈ സംഭവം. സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ്, ക്രിസ്തുമസ് പരീക്ഷ കഴിഞ്ഞ് അതിന്റെ ഇവിടെ ഒരു കടയിൽ നിന്ന് സിപ്പപ്പ് വാങ്ങി വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന കുട്ടികളാണ്. അവർക്ക് നാളെയും പരീക്ഷയുണ്ട്. ആ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ ചർച്ച ചെയ്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരീക്ഷയ്ക്ക് എഴുതിയ വിഷയങ്ങളെ കുറിച്ചൊക്കെ ചോദിച്ച് നഷ്ടമായ ഉത്തരത്തിന്
കുറിച്ച് പറഞ്ഞ് സംസാരിച്ച് അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങിയിരുന്ന കുട്ടികളാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതിൽ ഒരു കുട്ടി മാത്രം അത്ഭുതകരമായി രക്ഷപ്പെടുകയായിരുന്നു. ആ കുട്ടി നമ്മളിവിടെ എത്തുന്ന സമയത്തും ഇവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ആ കുട്ടി വീട്ടിലേക്ക് ആ കുട്ടിയെ ശരി നിഖിൽ, എന്തായാലും നിഖിൽ പറഞ്ഞതുപോലെ അങ്ങേയറ്റം ഹൃദയഭേദകമാണ്. വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ കഴിയാത്തത്ര ദുഃഖം ഉണ്ട് എല്ലാവർക്കും. നാട് മുഴുവൻ തേങ്ങുകയാണ്. കരിമ്പയിൽ ലോറി മറിഞ്ഞ് 4 കുട്ടികൾ മരിക്കാൻ ഇടയായ സംഭവത്തിൽ അധികൃതർക്കെതിരെയാണ് ജനരോഷം. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് അപകടത്തിന് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. തന്നെയുമല്ല ഈ പ്രദേശത്ത് അപകടം പതിവാണ് എന്ന് നാട്ടുകാർ ആരോപിച്ചു. മഴവെള്ളം ഒഴുകിപ്പോകാൻ സംവിധാനമില്ലാത്തതിനാൽ ഒറ്റപ്പെയ്ത്തിൽ തന്നെ റോഡ് കുളമാകും. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് പ്രശ്നപരിഹാരത്തിന് കളക്ടറുടെ ചേംബറിൽ നാളെ യോഗം ചേരുന്നുണ്ട്. ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അവരിന്ന് മണിക്കൂറുകളോളം റോഡ് ഉപരോധിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ റോഡ് നേരാക്കുന്നുള്ള കാര്യം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. 2 സൈഡും ഫുട്പാത്ത് ഒരു മിനിമം ഒരു 3 മീറ്റർ വീതിയുടെ കുട്ടികളെ കൂടെ കയറി നടക്കും. നിങ്ങൾ ഈ റോഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, എവിടെയെങ്കിലും ഒരു തേരാണ് ചാൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? പലവടം ചാൽ ഉണ്ടാക്കി ആകാശത്ത് കൂടെയാണ്, വെള്ളം മുഴുവൻ റോഡിലാണ്. ഈ റോഡ് വഴുക്കിയിട്ടാണ് ഈ സംഗതി ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് അറിയോ? പിന്നെ നിങ്ങൾക്കിവിടെ മുഖ്യമന്ത്രി ഇവിടെ വരുന്നു പറഞ്ഞോ, അയാൾ വരെ ഇഷ്ടം പോലെ പോലീസ് വരുന്നുണ്ടല്ലോ. എവിടെന്നാണ് ഈ വരുന്നതൊക്കെ? കുട്ടികൾക്ക് നടന്നു പോകാനുള്ള ഒരു ആവശ്യം ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ. അത് ഞങ്ങളിപ്പോ ഈ കോടിക്കണക്കിന് മുക്കിയിട്ടുണ്ടാവും. ആ മുക്കിയത് കുറച്ച് ഇനി ഒരു ജീവൻ ഇവിടെ പോകാൻ പാടില്ല. ഞങ്ങൾ ഈ റോഡ് പണി തുടങ്ങിയപ്പോ പ്രതിഷേധിക്കാൻ തുടങ്ങിയാണ്. അവര് വെറുതെ മാന്തിട്ട് പോകും, ഓരോ വർഷം വന്ന് മാന്തിട്ട് പോകും. മരണം എത്ര മരണം ഇവിടെ സംഭവിച്ചു അറിയോ? എത്ര മരണം ഇവിടെ സംഭവിച്ചു? ഈ റോഡ് നേരെ പണിതിട്ടില്ലെങ്കിൽ ഒരു വണ്ടി ഇതിന് വിടില്ല, ഒരു വണ്ടി വിടില്ല, ഒരു വണ്ടി വിടില്ല. അന്നും ഇതുപോലെ നാട്ടുകാരെന്നെ രക്ഷിച്ച് ഇതിന്റെ ഈ ബസ് സ്റ്റോപ്പിൽ വന്ന് മറിഞ്ഞത് വീഡിയോ അടക്കം ഉണ്ടായിരുന്നു. അന്ന് ഡിവൈഡർ കൊണ്ടെന്ന് വെച്ചു, റോഡില് 4 ആണി വെച്ചിട്ട് ഒരു വെൽഡിംഗ് വെച്ചിട്ട് ഡിവൈഡർ വെച്ചു. ആ ഡിവൈഡർ വണ്ടി തട്ടിയിട്ട് തന്നെ ഡിവൈഡർ പോയി. ഒരു 15 മിനിറ്റ് വണ്ടി കുട്ടികളെ വിടാൻ വൈകിപ്പോയി സ്കൂളുകാർ. അതുകൊണ്ട് മാത്രം അന്ന് ഒരുപാട് ജീവൻ ഈ ബസ് സ്റ്റോപ്പിൽ രക്ഷപ്പെട്ടു. ഇന്നതല്ല, ഇന്ന് ഒരുപാട് ജീവൻ പോയി. ഇനി നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. വാർത്താമഴ തുടരുന്നു. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തമായതോടെ സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പ്. ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. 3 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്നു. നാളെ ഉച്ചയോടെ മഴ കുറഞ്ഞു തുടങ്ങുമെന്നാണ് പ്രതീക്ഷയെന്ന് റവന്യൂ മന്ത്രി പറഞ്ഞു. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ഇനി എൻകൗണ്ടർ പ്രൈമിൽ ഹാഷ്മി. നമസ്കാരം.